മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ മരിച്ചു. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളോടെന്ന പോലെ ഞാൻ എന്നോടും ഈ കാര്യം ഉണർത്തുകയാണ്. നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ സ്ട്രോക്ക് അതുപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ട്, എസ്പെഷ്യലി കൊറോണയ്ക്ക് ശേഷം. പണ്ട് 50 വയസ്സിന് ശേഷം വരുന്ന അസുഖം 30 വയസ്സ് മുതലുള്ള ആളുകൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അതോറിറ്റീസ് തരുന്ന കണക്ക് പ്രകാരം ഇത് വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നതിലെ മെയിൻ കാരണം നമ്മളുടെ ജീവിതശൈലി തന്നെയാണ്, നമ്മുടെ ഭക്ഷണ രീതികൾ. നിങ്ങൾക്കറിയാലോ, പല റെസ്റ്റോറൻറ്റുകളും നമ്മളെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. ടേസ്റ്റ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻടേക്ക് കൂടും. അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റ്സ്, സ്ട്രെസ്. നിങ്ങൾക്ക് ഒരു പ്രവാസിക്ക് സ്ട്രെസ് എവിടുന്നാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ എക്സസൈസിൻ്റെ കുറവ്, അതുപോലെ ഉറക്കത്തിൻ്റെ കുറവ്, ഇതെല്ലാം നമ്മളെ ഹൃദ്രോഗത്തിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ എന്നോടെന്ന പോലെ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ആളുകൾ ഇത് തിരിച്ചറിയുന്നത് നമുക്ക് സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ വരുമ്പോഴാണ്. എൻ്റെ ഹൃദയം വീക്കായിരുന്നു, എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ, ഞാൻ ഡയബറ്റിക് ആയിരുന്നു എന്നൊക്കെ അറിയുന്നത് നമ്മൾക്ക് ഇങ്ങനൊരു അസുഖം വന്ന് ഭവിക്കുമ്പോഴാണ്. അവിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യും. വൺസ് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയവും രക്തക്കുഴലുകളൊക്കെ ഡാമേജ് ആയി എന്നുള്ളത്. പിന്നെ അത് റിപ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരമാവധി ഒരു 35 ഇയേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ചെക്കപ്പുകൾ നടത്തണം. നമ്മൾ വണ്ടി മേടിച്ചാൽ നമ്മൾ എവരി 6 മന്ത് അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടിയാൽ നമ്മൾ സർവീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ശരീരം വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം.